SDPIയുടെ ഭീകര സ്വഭാവം തെളിയിക്കുന്ന നിർണായക തെളിവുകൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കായികമായി ഉൾപ്പെടെ എല്ലാ ജിഹാദി പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നത് SDPIയുടെ നയമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ED പുറത്തുവിട്ടത്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് നിർണായക വിവരങ്ങൾ ED പുറത്തുവിട്ടത്. പോപ്പുലർ ഫ്രണ്ട് SDPI ബന്ധവും ED തുറന്നുകാട്ടി. PFIയുടെ കേരള ആസ്ഥാനമായിരുന്ന കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളാണ് ED പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഉൾപ്പെടെ PFIയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് രേഖകളിൽ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. വളരെ കൃത്യമായി SDPI എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ സംഘടനയിലേക്ക് ഈ പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ കുടിയേറി. അവരും പുലർത്തുന്നത് സമാനമായ നയമാണ്. SDPIയുടെ ഭീകര സ്വഭാവമാണ് വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുറന്നു കാട്ടുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ? നീലിമ, SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിലാണ് നിലവിൽ SDPIയെ പറ്റി കൃത്യമായി തന്നെ കേന്ദ്ര ഏജൻസിയായ ED വരച്ചു കാട്ടുന്നത്. അതായത് ED ഈ ഒരു റിലീസിനകത്ത് എടുത്തു പറയുന്ന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ED ചൂണ്ടിക്കാണിക്കുന്നത് SDPI എന്നത് ആന്തരികമായി ഒരു തീവ്ര ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി ഒരു സാമൂഹിക സംഘടനയുമാകാൻ ശ്രമിക്കുന്ന പാർട്ടി എന്നാണ് ED വിശദീകരിക്കുന്നത്. അതായത് ഇതിൻ്റെ ആന്തരികമായ സ്വഭാവം എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമികതയാണ്. പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ സിമി, NDF ഇതൊക്കെ എന്താണോ നമ്മുടെ രാജ്യത്ത് ചെയ്തിട്ടുള്ളത് അതേ സ്വഭാവം തന്നെയാണ് ഇതിന് ആന്തരികമായുള്ളത്. അതൊരു ലക്ഷണമൊത്ത ഇസ്ലാമിക ഭീകര സംഘടനയാണ്. പക്ഷേ ബാഹ്യമായി അവർ വലിയ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവം പുറത്തു കാണിക്കുകയും ചെയ്യുന്നു. ഇതാണ് SDPI എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടാണ് SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് ചെയ്തിരുന്നത്. മാത്രമല്ല SDPIയുടെ സ്ഥാനാർത്ഥികൾ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം ആരൊക്കെ മത്സരിക്കണം, എവിടെയൊക്കെ മത്സരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ നിരോധിച്ച PFI ആണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഫണ്ടിംഗ് നടത്തിയതും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും അവസാനമായി 4 കോടി രൂപ PFI SDPIക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഏതാണ്ട് 61 കോടി രൂപയാണ് PFIക്കായി വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത്. ആ 61 കോടി രൂപ എന്തിനൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ട് ഉപയോഗിച്ചത് എന്നതിനെപ്പറ്റി മുൻപ് ED പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ പ്രേക്ഷകർക്കും അതറിയാം. കാരണം ഡൽഹി കലാപവും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ PFI പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചത് ഈ 61 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിന്റെ കൃത്യമായ കണക്കുകൾ നേരത്തെ തന്നെ ED PFIയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പുറത്തുവിട്ടിരുന്നു. എന്തായാലും SDPIയും ഒരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് എന്ന വിശദീകരണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നൽകുന്നത്. SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മുഹമ്മദ് കുട്ടി ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അറസ്റ്റിന് കാരണമായി അവരിപ്പോൾ വിശദീകരിക്കുന്നത് ഈ സാമ്പത്തിക സഹായം, അതായത് ഈ അനധികൃതമായി വരുന്ന ഹവാല പണവും മറ്റും പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് നൽകുന്നതിലും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന് ഈ പണം ലഭിക്കുന്നതിലുമൊക്കെ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് കുട്ടി ഫൈസി എന്നാണ് EDയുടെ വിശദീകരണം. ഇയാളോട് 12 തവണ ഹാജരാകാൻ മുൻപ് ED ആവശ്യപ്പെട്ടിരുന്നു. 12 തവണ സമൻസ് അയച്ചിരുന്നു. പക്ഷേ ഒരു തവണ പോലും അതിന് മറുപടി നൽകാൻ പോലും ഈ മുഹമ്മദ് കുട്ടി ഫൈസി തയ്യാറായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇയാളെ വളരെ വേഗത്തിൽ അറസ്റ്റ് ചെയ്തത് എന്നും ED വിശദീകരിക്കുന്നുണ്ട്. നീലിമ, അതായത് ഗൗതം, ഇയാൾ ഈ SDPIയുടെ ദേശീയ അധ്യക്ഷനായി തുടരുന്നത് 2018 മുതലാണ്. ഈ സമയത്ത് PFIയും വളരെ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിരുന്നു. ഇതിനിടയിൽ ഇന്നലെ പട്യാല ഹൗസ് കോടതിയിൽ നിന്നും 6 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് EDക്ക് ഈ MK ഫൈസിയെ വിട്ടുകൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഈ രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ, വിഘടനവാദമുണ്ടാക്കാൻ, ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപയുടെ വിവരങ്ങൾ അറിയാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ED ശ്രമിക്കുന്നത്. അതിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്?
നീലിമ, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തന്നെ പിഴുതെറിഞ്ഞുകൊണ്ടുള്ള ഒരു നിരോധനമാണ് കേന്ദ്ര സർക്കാർ 2023 സെപ്റ്റംബർ മാസം 28-ാം തീയതി നടപ്പാക്കിയത്. സാധാരണയായി രാജ്യത്ത് സംഘടനകളെ നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നിരവധി സംഘടനകളെ മുൻപും നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിമി നിരോധിക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ ആ സംഘടന വളരെ സജീവമാകുന്നത്. അല്ലെങ്കിൽ NDF ഏതാണ്ട് ഒരു നിരോധനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ NDF-കാരും കൂട്ടത്തോടു കൂടി പോപ്പുലർ ഫ്രണ്ടായി മാറുന്നുണ്ട്. അബ്ദുൾ നാസർ മദനി ആദ്യം കേരളത്തിൽ രൂപീകരിക്കുന്ന ഒരു പാർട്ടി എന്നത് ISS ആയിരുന്നു, ഇസ്ലാമിക് സേവാ സംഘമായിരുന്നു. ആ ഇസ്ലാമിക് സേവാ സംഘരെ ഈ അയോധ്യയിലെ തർക്കമന്ദിരത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് അത് PDP ആയി മാറി. അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഈ ഭീകരർ പെട്ടെന്ന് കൂടുവിട്ട് കൂടുമാറുന്നൊരു കാഴ്ച നമ്മൾ ഈ നിരോധനവുമായി ബന്ധപ്പെട്ട് മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ വേരുകൾ പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള ഒരു നിരോധനമാണ് 2020 മുതൽ നടപ്പാക്കിയത്. പക്ഷേ അപ്പോഴും അവിടെ ഒരു ബാക്കിപത്രമായി ശേഷിച്ചത് SDPI ആണ്. അതിൻ്റെ അടിസ്ഥാന കാരണം SDPI ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനാൽ നിലവിലെ നിയമവ്യവസ്ഥയിൽ വളരെ വേഗത്തിൽ ഹോം മിനിസ്ട്രിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ പറ്റത്തില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ തീരുമാനം എടുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒരു യേസ് പറഞ്ഞാൽ മാത്രമേ അത്തരമൊരു തീരുമാനം ഹോം മിനിസ്ട്രിക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തുന്നു എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീടുള്ള ബുള്ളറ്റിനുകളിൽ നമ്മൾ നൽകും. ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നൽകും. ഗൗതം, അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. SDPI ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയായി പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലടക്കം അവർ സാന്നിധ്യം അറിയിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവർക്ക് ഫണ്ട് ലഭിക്കുന്നത് കൃത്യമായും പഴയ PFI സ്രോതസ്സുകളിൽ നിന്ന് ആണ് എന്നതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആ വസ്തുതകളിലേക്കാണ് ED ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എത്താൻ പോകുന്നത് എന്നാണ്. അതായത് വളരെ കൃത്യമായി SDPIക്ക് പിടിവിടാൻ പോകുകയാണ്. PFIയെ നിരോധിച്ചതുപോലെയുള്ള വലിയ നടപടി ഒരുപക്ഷെ SDPIക്കും നേരിടേണ്ടി വന്നേക്കാം എന്നുള്ള സൂചനകളല്ലേ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? നീലിമ, അത്തരം ഒരു സൂചന തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ED ചൂണ്ടിക്കാണിക്കുന്നത് ഇത് രണ്ടും ഒന്നാണ് എന്നതാണ്. PFIയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം, അതുപോലെ തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ നയരൂപീകരണം, ആരൊക്കെ എവിടൊക്കെ മത്സരിക്കണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. മാത്രവുമല്ല കായികമായ പരിശീലനം, അതും SDPIയുടെ നിലപാട് തന്നെയാണ് എന്നതാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കായിക പരിശീലനത്തെ പറ്റി നമുക്കറിയാം. അർദ്ധരാത്രിയിൽ മുസ്ലിം ബെൽറ്റുകളിലാണ് ഇവർ വലിയ ആയുധ പരിശീലനങ്ങൾ നടത്തിയിരുന്നത്. പലതരത്തിലുള്ള ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഇതര മതവിഭാഗങ്ങളെ എങ്ങനെ ആക്രമിക്കണം, ഇത്തരം വലിയ ആയുധ പരിശീലനങ്ങൾ ഇവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടത്തിയിട്ടുണ്ട്. അത് SDPIയും നടത്തുന്നു. അതായത് അതിൻ്റെ ഭീകര സ്വഭാവം എന്താണ് എന്ന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. അതാണ് ആ ഒരു റിലീസിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് ആന്തരികമായ ഒരു ഇസ്ലാമിക സംഘടനയും ബാഹ്യമായി ഒരു സാമൂഹിക സംഘടനയും ആകാനാണ് SDPI ശ്രമിക്കുന്നത് എന്ന് വരച്ചു കാട്ടുന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ ഒരു വിശദീകരണം. സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI. അതിൽ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങളില്ല എന്ന് സൂചിപ്പിക്കുന്നു കേന്ദ്ര ഏജൻസി. സ്വാഭാവികമായും കടുത്ത നടപടി SDPIയെ കാത്തിരിക്കുകയാണ് എന്ന സൂചനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് MK ഫൈസിയുടെ അറസ്റ്റിലൂടെ നൽകുന്നത്. നീലിമ, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും SDPIയും തമ്മിലുള്ള ബന്ധവും ED തുറന്നു കാട്ടിയിരിക്കുകയാണ്. PFIയുടെ കേരള ആസ്ഥാനമായിരുന്ന കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളാണ് ED ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. PFIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ അടക്കം നിർണ്ണയിക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആന്തരികമായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം, ബാഹ്യമായി സാമൂഹ്യ പ്രസ്ഥാനമായി SDPI നിലകൊള്ളുന്നു. SDPIക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്നതിൻ്റെ ആദ്യഘട്ടമായി വേണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ നടപടികളെ കാണാൻ. ഗൗതം അനന്തനാരായണനാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.